നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സൗദി പ്രോ ലീഗിലെ ഈ സീസണിലെ മികച്ച താരത്തിലുള്ള പുരസ്കാരം കരീം ബെൻസീമക്ക്, അദ്ദേഹത്തിൻ്റെ ക്ലബ്ബായ അൽ ഇത്തിഹാദ് ഇത്തവണ കിരീടം ചൂടിയതാണ്. അദ്ദേഹം മികച്ച പ്രകടനം നടത്തിയതാണ്. അതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ പ്ലെയർ ഓഫ് ദി സീസണായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒഫീഷ്യലായിട്ട് റോഷൻ സൗദി ലീഗ് അറിയിച്ചത് ഇങ്ങനെയാണ്: ദി മാൻ ഹൂസ് ഗോൾസ് ആൻഡ് അസിസ്റ്റ് സെൻഡ് അൽ ഇത്തിഹാദ് ഓൺ ദെയർ വേ ടു ദി ലീഗ് ടൈറ്റിൽ ഹാസ് വൺ ദി പ്ലെയർ ഓഫ് ദി സീസൺ അവാർഡ് ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻസ് ദിസ് സീസൺ എന്നാണ്. അൽ ഇത്തിഹാദിനെ വിജയത്തിലേക്ക് തൻ്റെ ഗോളും അസിസ്റ്റുമായിട്ട് നയിച്ച ആ മനുഷ്യൻ കരീം ബെൻസീമ ഇത്തവണത്തെ പ്ലെയർ ഓഫ് ദി സീസൺ അവാർഡ് സ്വന്തമാക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഈ സീസണിലെ കോൺട്രിബ്യൂഷൻസ് പരിഗണിച്ചുകൊണ്ട് എന്നാണ് ഒഫീഷ്യലി അറിയിച്ചത്. നമുക്കറിയാം, ഈ സീസണിൽ 30 ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ് അൽ ഇത്തിഹാദിൻ്റെ നായകൻ അവരെ കിരീടത്തിലേക്ക് നയിച്ചുകൊണ്ട് സൗദി പ്രോ ലീഗിൽ നേടിയത്. അതുകൊണ്ട് തന്നെ കരീം ബെൻസീമ അർഹിച്ച പുരസ്കാരമാണ് എന്ന് തന്നെയാണ് പലരും വിലയിരുത്തുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രകടനം അവരെ കിരീടത്തിലേക്ക് കൊണ്ടുപോയി. അതേസമയം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കാര്യം കൂടി പറയണം. CR7 ഈ സീസണിൽ കളിച്ച 30 പ്രോ ലീഗ് മത്സരങ്ങളിൽ 15 പ്ലെയർ ഓഫ് ദി മാച്ച് ആയിരുന്നു. എന്നിട്ടും ഈ അവാർഡ് കിട്ടിയില്ല എങ്കിൽ അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ടീം കിരീടം ചൂടിയില്ല. അതിനിപ്പോൾ CR7 മാത്രം പറയുന്നതിൽ അർത്ഥമില്ല എന്ന് എല്ലാവർക്കും അറിയാം. ആ ടീമിൻ്റെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. പക്ഷേ CR7 മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. പ്ലെയർ ഓഫ് ദി സീസൺ അദ്ദേഹം അർഹിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ 30 കളിയിൽ 15 പ്ലെയർ ഓഫ് ദി മാച്ചായ ആളത് അർഹിച്ചിരുന്നു എന്നിനി പ്രത്യേകം എടുത്ത് പറയേണ്ടതില്ലല്ലോ. എന്തായാലും ഗോൾഡൻ ബൂട്ട് പുരസ്കാരം CR7 ആണ് സ്വന്തമാക്കിയത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.